നമസ്കാരം. Kairos Institute മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒത്തിരി താല്പര്യത്തോടെ അന്വേഷിക്കുന്ന ഒരു കോഴ്സാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്. ഈ കോഴ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തിരഞ്ഞെടുത്ത കുറച്ചു സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് നൽകുന്നത്. ഇതിൽ ഒട്ടുമിക്ക സബ്ജക്റ്റുകളും നമ്മുടെ യൂട്യൂബ് ചാനലിൽ പല വീഡിയോകളിലായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ കുറെ കൂട്ടുകാർക്ക് വീണ്ടും സംശയങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ പലരുടെയും അഭിപ്രായത്തെ മാനിച്ച് ഈ ചോദ്യങ്ങൾ, ഈ ഡൗട്ട്സ് എല്ലാം കൂടി ക്രോഡീകരിച്ച് ഒരു ഒറ്റ വീഡിയോയായിട്ട് ഞങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് ഒരല്പം കൂടുതലാണെങ്കിലും ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ലോജിസ്റ്റിക്സ് മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർ, അവരുടെ രക്ഷിതാക്കൾ ഒക്കെ കേൾക്കേണ്ട രീതിയിലാണ് നമ്മൾ ഈ വീഡിയോയുടെ മാറ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് വലിയ എക്സ്പേർട്സിന് വേണ്ടിയിട്ടുള്ള ഒരു ലോജിസ്റ്റിക്സ് ക്ലാസ് ഒന്നുമല്ല. സാധാരണ ലോജിസ്റ്റിക്സ് കോഴ്സിലേക്ക് പ്രവേശിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്കും അവരുടെ പേരൻസിനും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണ്. ഏതായാലും ഈ വീഡിയോയിൽ നമ്മൾ നിങ്ങളുടെ കുറെ ഡൗട്ട്സുകൾ, ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന കുറെ ഡൗട്ട്സുകൾ ഒന്നിച്ച് ക്രോഡീകരിച്ച് അതിനുള്ള ആൻസർ തരാനാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ലോജിസ്റ്റിക്സും സപ്ലൈ ചെയിൻ മാനേജ്മെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ലോജിസ്റ്റിക്സ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എവിടെ ജോലി കിട്ടും? ഇന്ത്യക്ക് അകത്ത് കിട്ടുമോ? ഇന്ത്യക്ക് പുറത്തേക്ക് ജോലിക്കുള്ള സാധ്യതയുണ്ടോ? എനിക്കതിന് എത്ര സാലറി കിട്ടും? ലോജിസ്റ്റിക്സിന് ഏത് കോഴ്സാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്? ഒരു കോഴ്സ് പഠിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? ഇതിന്റെ ഡിഗ്രി ആണോ നല്ലത്, അതോ ലോജിസ്റ്റിക്സ് പഠിക്കുമ്പോൾ ഒരു ഡിപ്ലോമ കോഴ്സാണോ നല്ലത്? ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ് ഈ കോഴ്സ് പഠിക്കാനുള്ളത്? എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ആദ്യമേ തന്നെ എന്താണ് ലോജിസ്റ്റിക്സ് എന്ന് മനസ്സിലാക്കാം. സാധനങ്ങളും സേവനങ്ങളും ഉൽപാദന കേന്ദ്രത്തിൽ നിന്നും ഉപഭോക്താവിന്റെ കരങ്ങളിലേക്ക് എത്തുന്നത് വരെയുള്ള പ്രക്രിയയാണ് ലോജിസ്റ്റിക്സ് എന്ന് നമുക്ക് വളരെ ചുരുക്കി പറയാം. ഒരു സാധനം അത് എത്തേണ്ട സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്ക് ഉപഭോക്താവ് എന്ന് മനസ്സിലാക്കാം. ഉപഭോക്താവിലേക്ക് എത്തേണ്ട സമയത്ത് തന്നെ അത് എത്തേണ്ട ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും എത്തിക്കുക എന്നുള്ളതാണ് ലോജിസ്റ്റിക്സിന്റെ ഒരു ധർമ്മമായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഉത്ഭവ സ്ഥാനം മുതൽ അന്തിമ ലക്ഷ്യസ്ഥാനം വരെയുള്ള വിഭവങ്ങളുടെ ഒഴുക്ക് ലോജിസ്റ്റിക്സിൽ കൈകാര്യം ചെയ്യപ്പെടുന്നു. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള മറ്റൊരു കാര്യമാണ്, എല്ലാവരും കൺഫ്യൂസ്ഡ് ആവും, എന്താണ് ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നൊക്കെ. കൺഫ്യൂഷൻ ആവണ്ട, ഇത് രണ്ടും ഒന്നിച്ചു പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോജിസ്റ്റിക്സ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒരു ഉൽപ്പന്നം അത് ഉപഭോക്താവിന്റെ കരങ്ങളിലേക്ക് എത്തുന്ന മൂവ്മെന്റ്. അങ്ങനെ വരുമ്പോൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇതിന് പല ഘട്ടങ്ങളുണ്ട്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയതിനു ശേഷം അത് ഉപഭോക്താവിന്റെ കരങ്ങളിലേക്ക് എത്തുന്നത് വരെയുള്ള പല ഘട്ടങ്ങളുണ്ട്. ഇപ്പോൾ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ കളക്ഷൻ വരുന്നുണ്ട്, അത് പ്രൊഡക്ഷന് ശേഷം വെയർഹൗസിൽ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. ഇങ്ങനെ പല ഘട്ടങ്ങൾ വരുന്നു. ഈ ഘട്ടങ്ങളെ എല്ലാം കൂടി ഒന്നിച്ച് നമുക്ക് പറയാവുന്ന പേരാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നത്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റും ലോജിസ്റ്റിക്സും തമ്മിൽ എന്താണ് പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു റോ മെറ്റീരിയലിനെ പ്രൊഡക്റ്റ് ആക്കി മാറ്റുകയും കസ്റ്റമറിലേക്ക് എത്തുകയും ചെയ്യുന്ന ആ പ്രക്രിയയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് മെറ്റീരിയൽ ഇൻ ഹോൾ സപ്ലൈ ചെയിൻ ആണ്. സപ്ലൈ ചെയിനിൽ വരുന്ന മെറ്റീരിയലിന്റെ മൂവ്മെന്റിനെ മൊത്തത്തിൽ നമുക്ക് ലോജിസ്റ്റിക്സ് എന്ന് പറയും. ഈ ഒരു പ്രക്രിയയിൽ ഉപഭോക്താവിന്റെ കരങ്ങളിലേക്ക് സാധന സേവനങ്ങൾ എത്തുന്നതിന് മുമ്പായിട്ട് ഒരുപാട് സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. ലോജിസ്റ്റിക്സ് പ്രക്രിയയിൽ ഉപഭോക്താവിലേക്ക് സാധന സേവനങ്ങൾ എത്തുന്നത് വരെയുള്ള പ്ലാനിംഗ്, സ്റ്റോക്കിംഗ്, ഇൻവെന്ററി, ട്രാക്കിംഗ്, സാധനങ്ങൾ അഥവാ ഉൽപ്പന്നങ്ങൾ കേടുവരാതിരിക്കാനുള്ള പ്രൊവിഷൻസുകൾ, പ്രിവെൻഷനുകൾ, അപകട സാധ്യതകളെ മുൻകൂട്ടി കണ്ടുള്ള ഇൻഷുറൻസ് പ്ലാനിംഗ്, കയറ്റുമതി, ഇറക്കുമതി എന്നിവയുടെ ഡോക്യുമെന്റിംഗ്, കസ്റ്റംസ് ക്ലിയറൻസ് എന്നിങ്ങനെ ഒട്ടനവധി ഏരിയകൾ
ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന പഠനശാഖയിൽ ഈ മേഖലകളെല്ലാം നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ അത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഏറ്റവും പോപ്പുലർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇത് 7R എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ R. റൈറ്റ് പ്രൊഡക്റ്റ് അറ്റ് റൈറ്റ് ക്വാണ്ടിറ്റി ഇൻ റൈറ്റ് കണ്ടീഷൻ അറ്റ് റൈറ്റ് പ്ലേസ് അറ്റ് റൈറ്റ് ടൈം ടു ദ റൈറ്റ് കസ്റ്റമർ വിത്ത് റൈറ്റ് പ്രൈസ്. ലോജിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറ്റൊരു കൺസെപ്റ്റ് ആണ് ട്രാൻസ്പോർട്ടേഷൻ. ഈ മൂവ്മെന്റ് നടക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ. ഈ ട്രാൻസ്പോർട്ടേഷൻ സാധ്യമാകുന്നത് പല മാർഗത്തിലൂടെയാണ്. പ്രധാനമായിട്ടും നമ്മൾ ജലമാർഗം പോകുന്നുണ്ട്, വായുമാർഗം പോകുന്നുണ്ട്, കരമാർഗം വരുന്നുണ്ട്, പൈപ്പ് ലൈൻ വഴി വരുന്നുണ്ട്. ഇനി ഇതിനെ കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സാധനം അത് പെട്ടെന്ന് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കേണ്ടതുണ്ടെങ്കിൽ, അത് വളരെ വില പിടിച്ചതാണെങ്കിൽ കൂടുതലും നമ്മൾ വായുമാർഗമാണ്, ഫ്ലൈറ്റുകളാണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു വാല്യൂ നഷ്ടപ്പെട്ടു പോകാവുന്ന സാധനങ്ങൾ ഉണ്ടാവാം, പെട്ടെന്ന് പെരിഷബിൾ ആയിട്ടുള്ള ഗുഡ്സുകൾ ഉണ്ടാവാം, വാല്യബിൾ ആയിട്ടുള്ള ഗുഡ്സുകൾ ഉണ്ടാവാം. ഇതിനൊക്കെ കൂടുതലും നമുക്ക് വായുമാർഗം ഉപയോഗിക്കേണ്ടി വരും. കുറച്ച് കോസ്റ്റ്ലി ആണെന്നുണ്ടെങ്കിലും കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് എത്തേണ്ട സമയത്ത് സാധനങ്ങൾ എത്തിക്കുവാൻ ഏറ്റവും നല്ല ഒരു ഉപായമാണ് എയർ. അടുത്തതായിട്ട് ജലമാർഗം. വലിയ കാർഗോ ഷിപ്പുകളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ കാർഗോ ഷിപ്പുകൾ വഴി കടൽ മാർഗം ഒരുപാട് കാർഗോ മൂവ്മെന്റ്സ് നടക്കുന്നുണ്ട്. എസ്പെഷ്യലി ഇന്റർനാഷണൽ കാർഗോ മൂവ്മെന്റ്സ് ഒക്കെ വരുമ്പോൾ, അത് വളരെ ബൾക്കായിട്ടുള്ള മൂവ്മെന്റ്സ് ഒക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാവുന്നത് കാർഗോ ഷിപ്പുകളെ തന്നെയാണ്, അതായത് ജലമാർഗത്തിലൂടെയാണ്. അപ്പോൾ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാർഗോ മൂവ്മെന്റ്സ്, ലോജിസ്റ്റിക്സിന്റെ മൂവ്മെന്റ്സ് നടക്കുന്ന ഒരു മേഖലയാണ് ജലമാർഗം എന്ന് പറയുന്നത്. അടുത്ത ഒരു സെക്ടറാണ് നമ്മുടെ ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ. റോഡ് മാർഗമുള്ളതും ട്രെയിൻ വഴിയുള്ളതുമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻസ്. സാധാരണ ഒരു രാജ്യത്തിന് അകത്ത് തന്നെയുള്ള ട്രാൻസ്പോർട്ടേഷൻ കൂടുതൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ കൂടുതലും ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷനാണ്. അടുത്ത ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് നമ്മുടെ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് വേണ്ടി വരുമെന്നുണ്ടെങ്കിലും വൺസ് അതൊന്ന് ഇൻസ്റ്റോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈപ്പ് ലൈൻ വഴിയുള്ള മൂവ്മെന്റ്സും വളരെ ഈസിയാണ്. പ്രത്യേകിച്ച് പെട്രോളിയം പോലെയുള്ള ഉൽപ്പന്നങ്ങളുടെ മൂവ്മെന്റ്സിന് പൈപ്പ് ലൈൻ ഇന്ന് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ലോജിസ്റ്റിക്സ് ഇത്രയധികം പ്രാധാന്യമുള്ള ഒരു പഠന മേഖലയായി മാറുന്നു? ലോജിസ്റ്റിക്സിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുമ്പോൾ പുതിയ ലോകക്രമത്തെ കുറിച്ചും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ആഗോളവൽക്കരണത്തിന്റെയൊക്കെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇൻഡസ്ട്രിയലൈസേഷനും ആഗോളവൽക്കരണവും എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ലോകം എന്ന് പറയുന്നത് ഒരു നമ്മളൊക്കെ സാധാരണ പറയുന്ന ഒരു ഗ്ലോബൽ വില്ലേജ്, ഗ്ലോബൽ മാർക്കറ്റ് എന്നുള്ള കൺസെപ്റ്റുകളിലേക്കൊക്കെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റ് നമുക്ക് ലോകത്തിന്റെ ഏത് കോണിലും അവൈലബിൾ ആകുന്ന രീതിയിൽ സാധന സേവനങ്ങളുടെ ഒരു ഒഴുക്ക് ഇന്ന് സാധ്യമാകുന്നുണ്ട്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നിറങ്ങി ഒരു ഷോപ്പിംഗ് മാളിൽ ചെന്ന് ഒരു സാധനം, ഒരു ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ സാധനമാണെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് ആണെങ്കിലും അത് നമ്മൾ മേടിക്കാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോൾ ആ സാധനം നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും അവിടെ അവൈലബിൾ ആയിട്ട് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് കസ്റ്റമർ എന്നുള്ള നിലയിൽ നമുക്ക് അത് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യമല്ല. കസ്റ്റമറിനെ, ഒരു ഉപഭോക്താവിനെ സാറ്റിസ്ഫൈ ചെയ്യാത്ത, ഉപഭോക്താവിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി വിപണിയിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കാൻ പറ്റാത്ത ഒരു പ്രൊഡക്റ്റിനും ഒരു കമ്പനിക്കും ഇന്ന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ക്രമം, ഈ ഒരു സാധന സേവനങ്ങളുടെ ഒരു ഒഴുക്ക്, അത് എത്തേണ്ട സമയത്ത് എത്തേണ്ട ആൾക്കാരിലേക്ക് എത്തേണ്ട ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും എത്തിക്കുക എന്നുള്ള ആ ഒരു പ്രക്രിയ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ലോജിസ്റ്റിക്സ് ഇല്ലാതെ ഇത്തരത്തിൽ കാര്യക്ഷമമായ ഒരു ഉപഭോക്തൃ സേവനത്തെ കുറിച്ച് ചിന്തിക്കാനും ഒരു കമ്പനിക്കും ഇന്ന് പറ്റാത്ത അവസ്ഥയാണ്. മറ്റൊന്ന്, ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഒരു ഗവൺമെന്റും അവിടുത്തെ ജനങ്ങളുമൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലില്ലായ്മ തന്നെയാണ്. അപ്പോൾ തൊഴിലില്ലായ്മയ്ക്ക് ഏറ്റവും നല്ല പരിഹാരവും കൂടിയാണ് ലോജിസ്റ്റിക്സ് മേഖലയിൽ വർദ്ധിച്ചു വരുന്ന തൊഴിലവസരങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏകദേശ കണക്കനുസരിച്ച് 1,60,00,000 മുകളിൽ ആൾക്കാർ ഇപ്പോൾ തന്നെ ലോജിസ്റ്റിക്സിൽ ജോലി ചെയ്യുന്നുണ്ട്. അത്രയും തൊഴിലവസരങ്ങൾ ലോജിസ്റ്റിക്സ് മേഖലയിലുണ്ട്.
ഒരു 2-3 വർഷങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും 1,20,00,000 പുതിയ തൊഴിലവസരങ്ങൾ കൂടി ഇന്ത്യയിൽ വരുമെന്നാണ് കണക്കുകൾ പറയുന്നത്. ചിലപ്പോൾ അതിലും കൂടിയേക്കാം. ഇങ്ങനെയൊരു സാഹചര്യം വരുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള വലിയൊരു ഹൊറൈസൺ നിങ്ങൾക്ക് തുറന്നു കിട്ടുകയാണ്. എന്തുകൊണ്ടാണ് ലോജിസ്റ്റിക്സ് മേഖലയിൽ ഒരു കോഴ്സ് അത്യാവശ്യമായിട്ട് വരുന്നത്? ഈ ലോജിസ്റ്റിക്സ് കോഴ്സുകൾ എന്ന് പറയുന്നത് വെറുതെ ഒരു യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് മേടിക്കാനുള്ള കോഴ്സുകളല്ല. ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കരുത്. ഈ കോഴ്സുകൾ നമുക്ക് നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു വലിയ പോസിബിലിറ്റിയാണ് തരുന്നത്. കാരണം ഇന്ത്യയിലെ ഒരു പഠനം അനുസരിച്ച് KPMG ഒക്കെ നടത്തിയ പഠനം അനുസരിച്ച് ഇന്ത്യയിൽ ലോജിസ്റ്റിക്സ് ഫീൽഡിൽ ജോലി ചെയ്യുന്നവരിൽ വെറും 2% ആളുകൾ മാത്രമാണ് ശരിക്കും സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ ഉള്ളത്. അപ്പോൾ അതിലും ആ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ ഈ മേഖലയ്ക്ക് എത്രത്തോളം ആവശ്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് കെയ്റോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ ലോജിസ്റ്റിക്സ് പഠനം സാധ്യമാകുമ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും സബ്ജക്ട് മാത്രം പഠിപ്പിക്കാനും സബ്ജക്റ്റിനെ ഓപ്പറേഷണൽ സ്കിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇൻഡസ്ട്രി വിസിറ്റുകൾ, ഇന്റർനാഷണൽ ട്രെയിനിങ് പ്രോഗ്രാംസ്, ഇൻഡസ്ട്രി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരുപാട് ടോക്കുകൾ എയർപോർട്ടിലും അതുപോലെ ലോജിസ്റ്റിക്സ് കമ്പനികളിലും ഡയറക്റ്റ് പോയി നിങ്ങളുടെ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കാനുള്ള ഇന്റൻസീവ് പ്രോഗ്രാമുകൾ, സാമ്പ് പോലെയുള്ള നിങ്ങളുടെ ഇതിന്റെ സ്കിൽസ് ഇൻക്രീസ് ചെയ്യുന്ന ആർഡർ പ്രോഗ്രാമുകൾ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇന്റർപേഴ്സണൽ സ്കിൽസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന് വേണ്ടിയിട്ടും നിങ്ങളുടെ വ്യക്തിത്വ വികസനത്തിന് വേണ്ടിയിട്ടുമൊക്കെയുള്ള ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാമുകൾ, ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഒരു ലോജിസ്റ്റിക്സ് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോജിസ്റ്റിക്സ് കോഴ്സുകൾ നിങ്ങൾ ചെയ്യുന്നതിന്റെ ആവശ്യകത ഈ ഫീൽഡിലേക്ക് സ്കിൽഡ് ആയിട്ടുള്ള ഒരുപാട് പേര് വേണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. മറ്റൊരു ചോദ്യമാണ്, ഇന്ത്യയിൽ ഈ ലോജിസ്റ്റിക്സിന്റെ ഫ്യൂച്ചർ എന്താണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ലോജിസ്റ്റിക്സിന്റെ സാധ്യത എന്താണ്? ഞാൻ ഓൾറെഡി ഇന്ത്യയിൽ ലോജിസ്റ്റിക്സ് മേഖല കൊണ്ടുവരുന്ന തൊഴിലവസരങ്ങളെ കുറിച്ച് നിങ്ങളോട് സംസാരിച്ചു. ലോജിസ്റ്റിക്സ് ഗ്രോത്തിന്റെ ഒരു ഇൻഡെക്സ് എടുത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ലോജിസ്റ്റിക്സ് മേഖല എന്ന് പറയുന്നത് ആഗോളതലത്തിൽ ഒരു 2 വർഷങ്ങൾക്ക് മുമ്പൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50-55 പൊസിഷനുകളിലൊക്കെയായിരുന്നു നിന്നിരുന്നത്. അവിടുന്ന് ഇന്ത്യ 1-2 വർഷങ്ങൾ കൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്ത് ഒരു 35th പൊസിഷനിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഇനിയും ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ലോജിസ്റ്റിക്സ് ഏവിയേഷൻ മേഖലയൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ കൂടുതൽ വളർച്ച ഇന്ത്യയിൽ വരും. അത് കൂടുതൽ തൊഴിലവസരങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. നമ്മളുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന GSTയുടെ ഇംപ്ലിമെന്റേഷൻ, അതുപോലെ സാഗർമാല പ്രൊജക്ട് എന്നൊക്കെ പറഞ്ഞ് ലോജിസ്റ്റിക്സ് മേഖലയിൽ വരുന്ന ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്, വിദേശ കമ്പനികൾ വ്യാപകമായി ഇന്ത്യയിൽ അവരുടെ കമ്പനികൾ പുതിയ പ്രൊഡക്ഷൻ യൂണിറ്റുകളൊക്കെ തുടങ്ങുന്നത്, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്നിങ്ങനെ പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇന്ത്യയുടെ ലോജിസ്റ്റിക്സ് ഗ്രോത്ത് ഇരിക്കുന്നത്. ഇതൊക്കെ ഇന്ത്യക്ക് ഒരുപാട് ഗ്രോത്ത് കൊണ്ടുവരുന്ന മേഖലകൾ തന്നെയാണ്. നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ടാവും പത്രങ്ങളിലൊക്കെ പുതിയ 100 എയർപോർട്ട്സുകൾ വരുന്നു, പിന്നെ പുതിയ പോർട്ടുകൾ വരുന്നു, ചെറിയ പോർട്ടുകൾ വലിയ പോർട്ടുകളുമായി കണക്ടിവിറ്റീസ് വരുന്നു. ഇങ്ങനെ ലോജിസ്റ്റിക്സ് ഫീൽഡിൽ ഒരു ബൂമിങ്ങിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അവിടെ ഇതിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യവുമാണ്. ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ കമ്പനികൾ തരുന്ന തൊഴിൽ സാധ്യത ഇതിന്റെ ഒപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ എന്തൊക്കെയാണ്? കേരളത്തിലെ ബെസ്റ്റ് ലോജിസ്റ്റിക്സ് അക്കാദമി അവാർഡ് നേടിയ കെയ്റോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കെയ്റോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയൊക്കെ കോഴ്സുകളെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. +2 ക്വാളിഫിക്കേഷനുള്ള +2 പാസ്സായ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് BBA ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, BBA ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്,
എന്ന് തുടങ്ങിയ കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇത് 3 വർഷത്തെ കോഴ്സാണ്. ഈ 3 വർഷത്തെ കോഴ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഇൻഡസ്ട്രി വിസിറ്റുകൾ, ഇന്റർനാഷണൽ ട്രെയിനിങ്, എയർപോർട്ട് ട്രെയിനിങ്, സാപ്പ്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ, ഇത് എല്ലാം നിങ്ങൾക്ക് ഈ BBA കോഴ്സ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ലഭ്യമാകുന്നതാണ്. മറ്റൊന്നാണ്, നിങ്ങൾ ഡിഗ്രി പാസ്സായി നിൽക്കുന്ന ഒരാളാണ് ഈ ഫീൽഡിലേക്ക് വരാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് PG ഡിപ്ലോമ കോഴ്സുകൾ അവൈലബിൾ ആണ് ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ. ഇനി അതല്ല, ഡിഗ്രിക്ക് അല്ലെങ്കിൽ നിങ്ങളൊരു എഞ്ചിനീയറിംഗിനൊക്കെ എന്തെങ്കിലും ഡ്രോപ്പ് ഔട്ട്സ് ആയവരോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയങ്ങൾ തോറ്റിട്ടുള്ളവരോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഡിപ്ലോമ കോഴ്സുകൾ അപേക്ഷിക്കാം. അതുപോലെ തന്നെ +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഒരു ഡിഗ്രി പ്രോഗ്രാമിലേക്ക് പോകാൻ മനസ്സില്ലാതെ നിൽക്കുന്നവർക്കും ഇതിന്റെ ഡിപ്ലോമ പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ BBA ആണെങ്കിലും ഡിപ്ലോമ ആണെങ്കിലും PG ഡിപ്ലോമ ആണെങ്കിലും അതിനെല്ലാം കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് എയർ കാർഗോയും കൂടി പഠിക്കാനുള്ള ഒരു വലിയ ഓപ്ഷൻസ് കെയ്റോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഒരുക്കി തരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്, +2-ന് ഏത് സബ്ജക്റ്റ് ആണ് ഞങ്ങൾ ഈ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ എടുക്കേണ്ടത് എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഏത് സബ്ജക്ട് എടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇനി അതല്ല, നിങ്ങൾ ലോജിസ്റ്റിക്സ് തന്നെ ഫോക്കസ് ചെയ്ത് 10th മുതൽ ഒരു ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊമേഴ്സ് സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് എടുക്കാം. ഇനി അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഏത് സ്ട്രീമിൽ നിന്നുള്ളവർക്കും ഈ കോഴ്സിലേക്ക് വരാം ഡിഗ്രിക്ക് വരുമ്പോൾ. ഇനി അതല്ല, ഡിപ്ലോമ കോഴ്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിലും ഡിഗ്രിക്ക് ഏത് സ്ട്രീം ആണെന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല. ഏത് ഫീൽഡിൽ നിന്നുള്ളവർക്കും ഈ കോഴ്സിലേക്ക് വരാം എന്നുള്ളതാണ് ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ്. BBAയുടെ ഞാൻ ഓൾറെഡി പറഞ്ഞു 3 വർഷമാണ് നിങ്ങളുടെ ഡ്യൂറേഷൻ വരുന്നത്. PG ഡിപ്ലോമ കോഴ്സുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇന്റേൺഷിപ്പ് ഉൾപ്പെടെ 1 വർഷമാണ് വരുന്നത്. ഇനി ഡിപ്ലോമ കോഴ്സുകൾ 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളുമുണ്ട്, 6 മന്തിന്റെ പ്രോഗ്രാമുകളുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പം ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പം നിങ്ങളുടെ ഫാദറോ നിങ്ങളുടെ റിലേറ്റീവ്സോ ഗൾഫിൽ ഒരു ജോലിയോ ഉണ്ട് ഓൾറെഡി ലോജിസ്റ്റിക്സ് ഫീൽഡ്, നിങ്ങളോട് പറയണം ഒരു കോഴ്സ് പഠിച്ചു ഞാൻ ഗൾഫിലേക്ക് കൊണ്ടുപോകാം, അങ്ങനെയൊക്കെ പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ കെയ്റോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് ഒരുക്കി തരുന്ന ഒരു ഓപ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ 6 മന്തിന്റെ കോഴ്സ് തന്നെ ചെയ്താലും മതി. നിങ്ങളെ 1 ഇയറിന്റെ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധിക്കാറൊന്നുമില്ല. 6 മന്തിന്റെ കോഴ്സ് ചെയ്താൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം കൂടെ ചെയ്തിട്ട് നേരെ ഗൾഫിലേക്ക് പോകാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ട് മൊത്തത്തിൽ നിങ്ങളുടെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചോടുകൂടി നിങ്ങൾക്ക് ഈ ഒരു നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു ജോലിയിലേക്ക് പോകണം, ഒരു കരിയർ സെറ്റ് ആക്കണം എന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ 1 ഇയറിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ സംഭവിക്കുന്ന രീതിയിൽ നല്ല ട്രെയിനിങ് ഒക്കെ നമുക്ക് ലഭിക്കും. നല്ലൊരു ഗ്രൂമിംഗ് ഒക്കെ നടത്തി ഒരു ഈ ജോബിന് ഫിറ്റ് ആയിട്ടുള്ള നല്ലൊരു പേഴ്സണാലിറ്റി ആയിട്ട് നമുക്ക് ഇൻഡസ്ട്രിയിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊരു ചോദ്യമാണ്, ഈ കോഴ്സ് പഠിച്ചാൽ നമുക്ക് എവിടെയാണ് ജോലി കിട്ടാൻ പോകുന്നത്? ഷിപ്പിംഗ് ലൈൻസ് എന്ന് പറഞ്ഞാൽ മെർസ്ക് ഒക്കെ പോലെയുള്ള ഒരുപാട് ഷിപ്പിംഗ് കമ്പനികളുണ്ട്. അതായത് നമ്മളുടെ ഷിപ്പിംഗ് കാർഗോ ഷിപ്പുകളൊക്കെ ഉൾപ്പെടുന്നത്, അവിടെയൊക്കെ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടാറുണ്ട്. ഷിപ്പിംഗ് ലൈനുകൾ എന്ന് പറയുമ്പോൾ സാധാരണ കുട്ടികൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്, ഷിപ്പിനകത്തല്ല ഇവിടെ ജോലി വരുന്നത്, ആ കമ്പനിയിലാണ് നമുക്ക് ജോലി വരുന്നത്. ഓക്കെ. ഇനി മറ്റൊന്നാണ് എയർ കാർഗോ, പിന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ട് കമ്പനികളിൽ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇന്റർനാഷണൽ ട്രേഡിംഗിലും നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. റീറ്റെയിൽ ലോജിസ്റ്റിക്സിൽ വരുന്നുണ്ട്, കൊമേഴ്സിൽ വരുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ള കമ്പനികളെ കുറിച്ച്. ഓക്കെ. ഇന്റർനാഷണൽ സ്റ്റോർസിൽ വരുന്നുണ്ട്, ഫ്രൈറ്റ് ഫോർവേഡിംഗ് കമ്പനികളിൽ വരുന്നുണ്ട്, ഫ്രൈറ്റ് സ്റ്റേഷനുകളിൽ വരുന്നുണ്ട്, ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സിൽ വരുന്നുണ്ട്, മാനുഫാക്ചറിംഗ് സെക്ടറുകളിൽ വരുന്നുണ്ട്, NVOCCs നമുക്ക് ജോബ്, വെയർ ഹൗസുകളിൽ വരുന്നുണ്ട്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഡിഫൻസിൽ വരുന്നുണ്ട്, സ്പോർട്സ് ഗെയിംസ് ടീം അവിടെയൊക്കെ ടീമുകളിലൊക്കെ ക്രിക്കറ്റ് ടീമിന്റെ ഒക്കെ കൂട്ടത്തിലൊക്കെ നമുക്ക് ലോജിസ്റ്റിക്സുകാർ ആവശ്യം വരുന്നുണ്ട്. മൂവി ഇൻഡസ്ട്രിയിൽ വരുന്നുണ്ട്, IT കമ്പനീസിൽ വരുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് ജോബ് സാധ്യതകളുള്ള മേഖലകൾ ഈ ഒരു ഇൻഡസ്ട്രി നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. എന്ത് ജോലി കിട്ടുമെന്നുള്ളതാണ് അടുത്ത ഒരു ചോദ്യം. സാധാരണഗതിയിൽ ഞാൻ പറയാറുണ്ട്, പ്രധാനമായിട്ടും നമുക്ക് അതിന്റെ ഓപ്പറേഷൻ സൈഡിലേക്ക്, അതിന്റെ ഡോക്യുമെന്റേഷൻ സൈഡിലേക്ക്, കസ്റ്റമർ റിലേഷൻ സൈഡിലേക്ക്, മാർക്കറ്റിംഗ് സൈഡിലേക്കൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും ജോലി വരുന്നത്.
കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടും വിശദീകരിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ വരുന്നുണ്ട്, മാർക്കറ്റിംഗിൽ വരുന്നുണ്ട്, സെയിൽസിൽ വരുന്നുണ്ട്, കസ്റ്റമർ സർവീസിൽ വരുന്നുണ്ട്, ഇൻവെന്ററി വരുന്നുണ്ട്, ഡാറ്റ എൻട്രി വരുന്നുണ്ട്, ബാർകോഡിംഗ് വരുന്നുണ്ട്, സൂപ്പർവൈസേഴ്സ് വരുന്നുണ്ട്, സ്റ്റോർ മാനേജർ വരുന്നുണ്ട്, ഡോക്യുമെന്റേഷനും ഓപ്പറേഷൻസും വരുന്നുണ്ട്, അക്കൗണ്ട്സ് ഫിനാൻസ് വരുന്നുണ്ട്, ലോജിസ്റ്റിക്സ് കോർഡിനേഷൻ വരുന്നുണ്ട്, ഷിപ്മെന്റ് പ്ലാനിംഗ് വരുന്നുണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജി വരുന്നുണ്ട്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വരുന്നുണ്ട്, പ്രൊജക്ട് ഹാൻഡ്ലിംഗ് വരുന്നുണ്ട്, ലോജിസ്റ്റിക്സ് പ്ലാനിംഗ് വരുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മേഖലകളിൽ നമുക്ക് ജോബ് കിട്ടും എന്നുള്ളത് വളരെ വ്യക്തമാണ്. അടുത്ത ഒരു ചോദ്യമാണ് കൂട്ടുകാർ ചോദിക്കുന്നത്, ഇത് പഠിക്കാൻ എളുപ്പമുള്ള സബ്ജക്റ്റ് ആണോ? നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, പഠിക്കാൻ എളുപ്പം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ ഈ പുസ്തകം വായിച്ച് മാത്രം പഠിച്ച് പരീക്ഷ എഴുതുന്ന നമ്മുടെ ഒരു കൾച്ചറിൽ നിന്നുകൊണ്ടാണ് അത്തരം ഒരു ചോദ്യം വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത്, ഇത് അത്തരത്തിൽ മാത്രം പഠിക്കേണ്ടതല്ല, പ്രായോഗിക ബുദ്ധിയോടുകൂടി കാര്യങ്ങളെ സമീപിക്കുകയും കുറച്ചൊക്കെ നല്ല ആറ്റിറ്റ്യൂഡോടുകൂടി മറ്റുള്ളവരോട് നമ്മുടെ ജോലിയോടുമുള്ള ഒരു സമീപനം ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ഒരു കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു തരത്തിൽ നിങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ കോഴ്സ് നിങ്ങൾക്ക് നല്ലതാണ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് പരീക്ഷയിൽ കിട്ടുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലല്ല നമുക്കൊരു ജോലി വരുന്നത്, നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന സ്കിൽസിന്റെ വെളിച്ചത്തിലാണ്. ആ സ്കിൽസിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ സബ്ജക്ട് നോളജ്. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നെഗ്ലക്ട് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അത് മാത്രം കൊണ്ട് നമുക്കൊരു കോഴ്സ് തീർക്കാൻ പറ്റില്ല. ലോജിസ്റ്റിക്സ് കോഴ്സ് എനിക്ക് അനുയോജ്യമായ ഒരു കോഴ്സ് ആണോ എന്ന് എങ്ങനെ തിരഞ്ഞെടുക്കാം? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ലോജിസ്റ്റിക്സ് കോഴ്സിൽ നമ്മൾ ഇത്രയും ആലോചിച്ചാൽ മതി. ലോജിസ്റ്റിക്സ് എന്നല്ല, ഏതൊരു കോഴ്സ് ചെയ്യുമ്പോഴും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഈ ഫീൽഡിൽ ആത്മാർത്ഥമായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോ? നല്ലൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പാഷൻ ഈ ഒരു ജോലിയോടും ഈ ഒരു കരിയറിനോടും ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നല്ലൊരു പാഷനോട് കൂടി ഇതിനെ അപ്രോച്ച് ചെയ്താൽ മാത്രമേ ഇതിൽ വരുന്ന എല്ലാ ജോലികളെയും വളരെ പോസിറ്റീവായിട്ട് സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിലൊരു കരിയർ ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ. വെറുതെ ഒരു ജോലി അല്ലല്ലോ നമ്മൾ ആലോചിക്കുന്നത്, ഒരു ഡെവലപ്മെന്റ് വേണം. ആ ഒരു കരിയർ ഡെവലപ്മെന്റ് നിങ്ങൾക്ക് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ പാഷൻ ഉണ്ടാവണം. പാഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഇത് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം ശരിക്കും ഇത് നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ് ആണോ എന്ന് നോക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഈ ഒരു ജോബിന് മാച്ച് ആവുന്നതാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനിയും കൂടുതൽ നിങ്ങൾക്ക് അതിനെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ നേരിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ഇത് താല്പര്യമുള്ള കുട്ടികളാണോ ഇല്ലയോ എന്നുള്ളത്. നിങ്ങൾക്ക് ഇതിനൊരു പാഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നവരാണോ, ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നവരാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നമുക്ക് 1-to-1 ആയിട്ട് സംസാരിക്കാം. നിങ്ങൾ നേരിട്ട് വരുമ്പോൾ നേരിട്ട് കണ്ട് സംസാരിക്കാം. അനുയോജ്യമായ കോഴ്സ് എങ്ങനെ എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും ഈ മേഖലയിൽ? ഞാൻ ഒരു ചെറിയ ക്ലൂകളൊക്കെ നിങ്ങൾക്ക് തന്നിരുന്നു ഈ കോഴ്സ് എങ്ങനെ തിരഞ്ഞെടുക്കാമെന്നത്. ഇനിയും അതല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾക്കറിയാലോ, ഒരു ജനറൽ ആയിട്ട് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് പറയില്ല. ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നീഡ് വ്യത്യാസമാണ്. നമ്മളിതൊരു ജനറൽ ആയിട്ട് ഇത് പഠിക്കുക ഇങ്ങനെ ചെയ്യുക എന്നുള്ളത് പറയുന്നതിനേക്കാളും ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും എന്താണ് ശരിക്കും നിങ്ങളുടെ ഒരു നീഡ്. അതിനനുസരിച്ച് നമുക്ക് ഈ കോഴ്സ് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, അതിന്റെ ഡ്യൂറേഷൻ എന്താവണം എന്നുള്ളത് സെറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ നിങ്ങളിപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അധികം പഠിക്കാൻ താല്പര്യമില്ല, 6 മാസം കൊണ്ട് കോഴ്സ് തീർക്കണം. നിങ്ങൾ 6 മാസത്തെ ഒരു കോഴ്സ് എടുത്തു, പക്ഷെ നിങ്ങൾക്ക് ലാംഗ്വേജ് ഒട്ടുമില്ല. അങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് ഇൻഡസ്ട്രിയിൽ ചെന്ന് സ്ട്രഗിൾ ചെയ്യാൻ പോകും. അപ്പോൾ ഒരു ബേസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് 1 ഇയർ കോഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ അത് നമ്മൾ ഒരാളെ മനസ്സിലാക്കി അസസ് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് അതിന്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്, ഇത് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ എത്ര ജോലി കിട്ടും? കാരണം മിക്ക അഡ്വർടൈസ്മെന്റുകളും നിങ്ങൾ കാണുന്നത് വാവ്, മികച്ച തൊഴിലവസരം, മികച്ച ശമ്പളം. ഓക്കെ, ഈ മികച്ച ശമ്പളം എന്ന് പറയുന്നത് ലോജിസ്റ്റിക്സിൽ അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. ലോജിസ്റ്റിക്സിൽ ശമ്പളമൊക്കെ കിട്ടും. ഒരുപാട് നല്ല ശമ്പളത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ എനിക്ക് പരിചയമുണ്ട്. പക്ഷെ നിങ്ങൾ പലരുടെയും ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ലോജിസ്റ്റിക്സിന്റെ മാനേജറായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടില്ല. സപ്പോസ് നിങ്ങൾ അങ്ങനെ ഒരു ജോലിയാണ് തപ്പുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനുള്ള ഒരു എക്സ്പെർട്ടൈസേഷൻ വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു കരിയർ ഡെവലപ്മെന്റ് ആണ് നമുക്ക് വേണ്ടത്.
അപ്പോൾ എൻട്രി ലെവലിൽ കയറുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു 10,000 രൂപ മുതൽ ഒരു 25,000 രൂപ വരെയുള്ള ഒരു സാലറി ഇന്ത്യക്കകത്ത് പ്രതീക്ഷിക്കാവുള്ളൂ. ചിലപ്പോൾ അതിൽ കൂടുതൽ കിട്ടുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ എല്ലാം നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ലല്ലോ. ചിലർക്ക് അതിൽ കൂടുതൽ കിട്ടാനുള്ള ഓപ്ഷൻസ് കിട്ടാറുണ്ട്, ചിലർക്ക് ചെറിയ രീതിയിൽ കുറവ് വരുന്ന കേസുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു സ്റ്റാർട്ടിംഗ് സാലറിയിൽ ഫോക്കസ് ചെയ്യാതെ കരിയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു 5 വർഷത്തിന് ശേഷം ഞാൻ ഏത് പൊസിഷനിലേക്ക് എത്താൻ പറ്റും, എനിക്ക് അവിടെ എത്ര സാലറി അച്ചീവ് ചെയ്യാൻ പറ്റും, ഈ ഒരു അംബീഷനോട് കൂടി ഒരു ആഗ്രഹത്തോടു കൂടി ഒരു ഡ്രീം കരിയർ ആയിട്ട് ഇത് കാണുന്നവർക്കാണ് ഈ സാലറി എന്ന് പറയുന്നത് ആദ്യമേ തന്നെ വലിയ മാറ്റമാകാതെ വരികയുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളൊരു കോഴ്സിലേക്ക് പ്രവേശിച്ച് പഠിച്ചിറങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം ഒരു 15,000 ആണെന്ന് വിചാരിക്കുക. ഉടനെ തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യും, എനിക്ക് സ്വന്തമായിട്ട് ഒരു മുറി എടുക്കണം, ഓക്കെ എനിക്ക് അങ്ങനെ ചെയ്യും. അപ്പം നമുക്ക് ഒരുപാട് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരുപാട് ഡ്രീംസ് ഉണ്ടാവും. പക്ഷെ ഓരോ ഡ്രീംസും അച്ചീവ് ചെയ്യുന്നതിന് മാജിക് ഒന്നുമില്ല, കുറുക്കു വഴികളൊന്നുമില്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ലോജിസ്റ്റിക്സ് സംബന്ധമായ കുറേ സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിച്ചത്. ഇനിയും കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ലോജിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇട്ടിട്ടുള്ള വീഡിയോസ്, കുറച്ചുകൂടിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്കൊന്ന് നോക്കാവുന്നതാണ്. അതിൽ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. ഇനി നമ്മുടെ കെയ്റോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒക്കെ കോഴ്സുകൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ് നമ്മൾ ഇതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ശേഷവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ അറിയാൻ പറ്റും, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. നമ്മുടെ കരിയർ കൗൺസിലേഴ്സുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. അവരുമായിട്ട് അപ്പോയിൻമെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് സംസാരിക്കാനുള്ള ഓപ്ഷൻസും നമുക്ക് ചെയ്യാവുന്നതാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ യാതൊരു മടിയും വേണ്ട, ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് നാളെയുടെ ഒരു സാധ്യതയാണ്. ആ സാധ്യതയെ നന്നായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പിന്നെ നിങ്ങൾ ഓരോരുത്തരും കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഉചിതമായിട്ടുള്ള ഒരു എക്സ്പെർട്ട് കൺസൾട്ടേഷൻ നടത്തുന്നത് എപ്പോഴും നിങ്ങളെന്ന് പറയുന്ന ആ വ്യക്തിയെ മറ്റൊരാൾക്ക് മുമ്പിൽ അനാവരണം ചെയ്യുന്നത് വഴി ഒരു എക്സ്പെർട്ട് അഡ്വൈസ് എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടി ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് വ്യത്യാസമാണ്, അവരറിയണമെന്ന് ആഗ്രഹിക്കുന്ന മേഖല വ്യത്യാസമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പലരും വിളിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ഈ കോഴ്സ് പഠിച്ചാൽ ജോലി കിട്ടുമോ? ഓക്കെ, എന്നോട് അങ്ങനെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഓക്കെ, ജോലി കിട്ടാൻ ഒരു പ്രയാസമില്ല, ജോലി ഞാൻ മേടിച്ചു തരാം. പക്ഷെ ജോലി ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ട്. തിരിച്ച് ആ ഒരു ചോദ്യത്തിന് നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊരു ഉത്തരം എനിക്ക് തന്നാൽ അതിന് മറുപടി പറയാൻ പറ്റും. പിന്നെ എന്നോട് ചോദിക്കും നിങ്ങൾ എവിടെ പഠിച്ചാൽ അല്ലെങ്കിൽ കെയ്റോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി കിട്ടും. നമ്മൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള അപ്രൂവ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സുകൾ തന്നെയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ഇവിടെയാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ ജോലി സാധ്യതയ്ക്ക് ചെല്ലുമ്പോൾ, ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ ഇത് സബ്മിറ്റ് ചെയ്യാവുന്ന സർട്ടിഫിക്കറ്റുകൾ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ആ ചോദ്യത്തിന് എനിക്കൊരു വാൽകഷ്ണം പോലെ നിങ്ങളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തിനാ? സർട്ടിഫിക്കറ്റ് കണ്ടിട്ട് മാത്രം ജോലി തരുന്ന ആരാണ്? പലരും അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ലക്ഷങ്ങൾ മുടക്കി ഒരു സർട്ടിഫിക്കറ്റ് എടുത്താൽ മാത്രമേ ജോലി കയറുള്ളൂ. അത് വെറുതെയാണ്, അങ്ങനെ വിശ്വസിക്കരുത്. സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നതൊക്കെ നമ്മൾ ഇന്റർവ്യൂവിന് മുമ്പ് പോകുമ്പോൾ ഇതാണ് എനിക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സംഭവമാണ്. അതിനപ്പുറത്ത് നിങ്ങൾ അവിടെ ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ ചെല്ലുമ്പോൾ നിങ്ങൾ എങ്ങനെ അവരുടെ മുമ്പിൽ ഭംഗിയായിട്ട് സംസാരിക്കുന്നു, എത്ര സബ്ജക്ട് നോളജ് നിങ്ങൾക്കുണ്ട്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ജോലി കിട്ടാൻ പോകുന്നത്. അല്ലാതെ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് മാത്രമല്ല. പക്ഷെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽസ് ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു അപ്രൂവൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു സർട്ടിഫൈ ചെയ്യുന്നതിനുള്ള മാർഗമാണ് സർട്ടിഫിക്കേഷനുകൾ. അത് നിങ്ങൾ മനസ്സിലാക്കുക. കെയ്റോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റിയെ കൊണ്ടുവരുമ്പോഴും ഇതുപോലെ കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഇൻഡസ്ട്രി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ ഓർഗനൈസ് ചെയ്യുമ്പോഴും സ്റ്റുഡൻറ് പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫ്യൂച്ചർ നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്യാനുമുള്ള ഒരു കഴിവുണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പലരും എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങൾ ജോലി മേടിച്ചു തരുമോ? ജോലി മേടിച്ച് തരാനുള്ള ഒരു സാധനമല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ജോലി നമുക്ക് മേടിച്ച് തരാം, അതിന് പ്രയാസമൊന്നുമില്ല. പക്ഷെ ജോലി മേടിച്ച് തരേണ്ട ഒരു സാധനമൊന്നുമല്ല, മറിച്ച് നമ്മളൊക്കെ നേടിയെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വില കൊടുക്കാതെ നേടിയെടുക്കുന്ന ഒരു സാധനത്തിനും ലൈഫിൽ നമ്മൾ എഫേർട്ട് ഇടാതെ നേടിയെടുക്കുന്ന ഒരു സാധനത്തിനും നമ്മുടെ ലൈഫിൽ നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കില്ല, വില കൊടുക്കില്ല.
അതുകൊണ്ടാണ് പലരും കോഴ്സിനൊക്കെ ചേർന്ന് ജോലി കിട്ടിക്കഴിഞ്ഞാലും ജോലിയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പോരുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? നിങ്ങളൊരു ലോജിസ്റ്റിക്സ് ഫീൽഡിലേക്ക് വരാൻ വേണ്ടി നിങ്ങൾക്ക് എന്താ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു തീരുമാനം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഫീൽഡിൽ നിങ്ങൾക്ക് അനുയോജ്യമായ പേഴ്സണാലിറ്റി ഉണ്ടോ, ഇൻട്രസ്റ്റ് ഉണ്ടോ, എനിക്കതൊരു പാഷൻ ഉണ്ടോ, ഒരു നല്ല കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ടോ? ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കെയറോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമുക്ക് ഒരുമിച്ച് ഒരു നല്ല കരിയർ പടുത്തുയർത്താൻ പരിശ്രമിക്കാം. ഉറപ്പായിട്ടും നമുക്ക് അതിന് സാധിക്കുമെന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ളിടത്തോളം കാലം അത് സാധിക്കും. മറ്റാരുടെയും ഹെൽപ്പ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു പവറുള്ള ഒരു യങ് ജനറേഷനാണ് നമ്മുടെ ഇന്ത്യക്ക് ഇന്ന് ആവശ്യമുള്ളത്. ഇന്ത്യയെ പടുത്തുയർത്താൻ ആവശ്യമുള്ളത്, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിന് ആവശ്യമുള്ളത്, പുതിയ ഈ ലോകക്രമത്തിന് ആവശ്യമുള്ളത്. നിങ്ങളെ ഏറ്റവും വേഗത്തിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.